ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/2 കപ്പോളം നട്ട്സ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബദാമും പിസ്തയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയും എടുത്താൽ മതി. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പാലാണ്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തതായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പും കൂടി പാലാണ്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്തതായിട്ട് നന്നായിട്ട് ഒട്ടും കട്ടിലാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാനിലാണോ കുക്ക് ചെയ്തെടുക്കുന്നത് ആ പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ ഓണാക്കുക. ഇനി പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചും കഴിഞ്ഞിട്ട് ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നവർ ഒരു ചെറിയ തീയിലിടങ്ങായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കണ്ട. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ കോൺഫ്ലവർ മര്യാദക്ക് കുക്കാവില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടങ്ങായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തങ്ങായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ കോൺഫ്ലവറിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ടിന്ന് ക്രീമാണ്. ഞാനിപ്പോൾ ഇവിടെ നെസ്ലയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ക്രീം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് പാക്കറ്റിൽ വരുന്ന ഫ്രഷ് ക്രീമോ അതല്ലെങ്കിൽ തിക്ക് ക്രീമോ എടുത്താലും മതി. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ട്രയലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ ബ്രെഡ് സ്ലൈസും നമ്മൾ റെഡിയാക്കിയെടുത്ത പാലിൻ്റെ കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഡിപ്പ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശം മുഴുവനായിട്ട് ഞാൻ ബ്രെഡ് വെച്ച് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ക്രീം ഒഴിച്ചു കൊടുക്കുക. ക്രീം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ബ്രെഡിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ക്രീമും മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തങ്ങായിട്ട് ജസ്റ്റ് ഈ രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നട്ട്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ രീതിയിൽ ജസ്റ്റ് ഒരു ലൈൻ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഭംഗി തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മുഴുവനായിട്ട് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ അടിയിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 3-5 മണിക്കൂറോളം നമുക്കിത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബ്രെഡ് പുഡിങ്ങാണ്. നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടോ അതല്ലെങ്കിൽ ഈദ് സ്പെഷ്യലൊക്കെ ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്